ഹലോ ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്ന് ഞങ്ങൾ പറശ്ശിനിക്കടവിൽ നിന്ന് പോരുമ്പോൾ ഞങ്ങൾ സ്നേക്ക് പാർക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം, എന്നാലേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. വലിയവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. അവിടെ ഉള്ളിലൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ കാണുന്നത് ഫിഷിൻ്റെ അക്വേറിയത്തിൽ ഫിഷിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസത്തിലാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പലതരം ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ, കണ്ട് നടക്കാനൊക്കെ അടിപൊളിയാണ്. നമ്മളൊരു ആദ്യം എൻട്രിയിൽ നല്ല രസമായിട്ട് ഇങ്ങനെ കയറിയിട്ട് പോരണം കേട്ടോ. പിന്നെ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർഡൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ, കാണാനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ വരുന്നത് മൃഗങ്ങളുടേക്കാണ്. മൃഗങ്ങളിൽ നമ്മൾ മുള്ളം പന്നീനെ കേട്ടോ ആദ്യം കാണുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരുമ്പാമ്പിനെ കാണും. അതും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫിഷ് കുളം ഉണ്ട് കേട്ടോ. ചെറിയ അക്വേറിയം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ കുരങ്ങന്മാരുടെ ഒരു സെപ്പറേറ്റ് സ്ഥലം അവർക്ക് തന്നെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു സ്പേസ് തന്നെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. നിറയെ മങ്കീസിന് കുറേ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ മയിലിൻ്റെ ഉണ്ട് കേട്ടോ. മയിൽ, പെൺമയിലും ആൺമയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എമു ആണുള്ളത്. എമുവിൻ്റെതും ഉണ്ട്. വലിയ എമു ആണ് കേട്ടോ. ഇവർക്കൊക്കെ നടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സ്പേസ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ ഏറ്റവും വലിയ കാര്യം. പിന്നെ കുട്ടികളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളാണ് പാമ്പിൻ്റെ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു പാമ്പിനെ കാണാൻ. എന്നാലും പോയിട്ട് കണ്ട്, പെരുമ്പാമ്പിനെ കണ്ട്, അതുപോലെ മലമ്പാമ്പ് കണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനാണ് നമ്മളെ മുതലക്കുട്ടന്മാരുണ്ട് കേട്ടോ. വെള്ളം കുറവാണെങ്കിലും അവർ പുറത്ത് കരേൻ്റെ പുറത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടാൽ ജീവനില്ല എന്നൊക്കെ തോന്നും, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല കേട്ടോ. എടുത്ത് കണ്ടിട്ട് നമ്മളെ കടിച്ച് തിന്നും, അങ്ങനെയാണ് കിടക്കുന്നത്. അത്രയ്ക്ക് നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അവർ. പിന്നെ ഫോട്ടോ സെക്ഷനാണ്. കുട്ടികൾ ഓരോരുത്തരായിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നടന്നതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മിൽക്കിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മിൽമേൻ്റെ അവിടെ നിന്ന് ബൂത്തിൽ പോയിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമൊക്കെ. പിന്നെ വീണ്ടും ഞങ്ങൾ പാമ്പുകളുടെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. ചെറിയ ചെറിയ പാമ്പുകളുടെ ഒരു ചെറിയ സെക്ഷനാണ് കേട്ടോ. നല്ല പേടിയാവും കേട്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാവും. ചെറിയ ചെറിയ പാമ്പുകളാണ് കേട്ടോ. എന്നാലും നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിട്ട് കണ്ട്. പിന്നെ നമ്മൾ രാജവെമ്പാലനെയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൂർഖൻ്റെ വലിയൊരു തന്നെ ഉണ്ടായിരുന്നു. നമുക്കത് കാണുമ്പോൾ തന്നെ പേടിയാവും കേട്ടോ. രാത്രി ഇതൊക്കെ സ്വപ്നം കാണുമെന്നൊക്കെ വിചാരിച്ചിട്ട് പേടിയുണ്ടായിരുന്നു. നടക്കുമ്പോൾ തന്നെ കാലിൻ്റെ ഇടയിൽ വരുമോ എന്നൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതും കണ്ട് അവിടെ നിന്ന് പിന്നെ കുട്ടികളുടെ കളിക്കേണ്ട ചെറിയ പാർക്ക് പോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചു അവിടെ നിന്നിട്ട് ആടനൊക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തർ ആട്ടിക്കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പൂളും അതിൻ്റെ അടുത്തൊരു വേട്ടക്കാരൻ മീൻ പിടിക്കുന്ന ഒരാളും ഉണ്ടായിരുന്നു. പിന്നെ രാജവെമ്പാലൻ്റെ അടുത്താണ് കേട്ടോ എത്തിയത്. ഞാനിത് കുറേ കാലമായി കാണണമെന്ന് വിചാരിക്കുന്നു. രാജവെമ്പാലനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് കാണണമെന്ന് വിചാരിക്കുന്നു. ചെറിയ സെക്ഷനായിട്ട് അവിടെ നിവർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പേടിയാവും അത് കണ്ടാൽ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളിത് പാർക്ക് കൂടെ തന്നെ ഇങ്ങനെ നടന്നിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഒരു മിഠായി പീടിക ഉണ്ടായിരുന്നു. ആ മിഠായി പീടിക എന്ന് പറഞ്ഞിട്ടൊക്കെ ബോർഡൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പഴമയുടെ ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു. തൈരും മോരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കുടിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ വേഗം പോരാൻ നിന്നു കേട്ടോ. പോരുന്നതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കുടകളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു സ്പേസ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് വേഗം പോരാൻ നിന്നിട്ട് ബസ്സിന് കാത്തിക്കാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങി നിന്ന്. പിന്നെ അവിടെ കുട്ടികൾ പാമ്പിനൊക്കെ മേടിച്ചിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്